യോഗാധ്യക്ഷൻ, പ്രിയപ്പെട്ട വലിയ മലയാള കവിയായ KV രാമകൃഷ്ണൻ, ആദ്യം മുതലേ കാവ്യശിഖയുടെ സംഘാടകൻ എന്ന നിലയിലും ജീവിതം മുഴുവൻ തന്നെ കവിതയ്ക്ക് അർപ്പിച്ച ഒരാളെന്ന നിലയിലും പ്രിയങ്കരനായ രാവുണ്ണി, മുഖ്യാതിഥിയായ അശോകൻ ചെരുവിൽ, പുരസ്കാര ജേതാക്കളായ രംനാവിക, സുഭാഷ് പൊണോളി, മുനീറ റായംസ്, സ്വാഗതമോദിയ ജയറാം വാഴു, കൃതജ്ഞത പറയുന്ന റീവ പോൾ, ഇവരെ കൂടാതെ വേദിയിലുള്ള അനേകം പ്രിയങ്കരായ മനുഷ്യരെ, സദസ്സിലുള്ള കവികളോ കാവ്യപ്രേമികളോ ആയ സുഹൃത്തുക്കളെ, ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു ദീർഘപ്രഭാഷണത്തിൻ്റെ അനൗചിത്യവും അപ്രസക്തിയും നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ കവിതകൾ വായിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് ആണ്. തീർച്ചയായും ഞാൻ പ്രസിദ്ധീകരിക്കാത്ത ഒന്നോ രണ്ടോ ചെറിയ കവിതകൾ വായിക്കുകയും ചെയ്യാം. കവിതയെക്കുറിച്ചുള്ള സംസാരം എന്നത് അനന്തമായി നീളാവുന്ന ഒന്നാണ്. അതിനുള്ള പ്രധാന കാരണം കവിതയെ ആത്യന്തികമായി നിർവചിക്കുക എന്നത് അസാധ്യമാണെന്നതാണ്. കാരണം കവിത നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതുപോലെ നിരന്തര പരിണാമിയായ ഒരു കാവ്യരൂപമാണ്. അതിൻ്റെ ഭാവങ്ങൾ മാറുന്നു, അതിൻ്റെ രൂപങ്ങൾ മാറുന്നു, അതിൻ്റെ ഘടനകൾ മാറുന്നു, അതിൻ്റെ ഭാവനാരീതികൾ മാറുന്നു, അതിൻ്റെ ശൈലികളും ഭാഷോപയോഗത്തിൻ്റെ സവിശേഷ സമ്പ്രദായങ്ങളും മാറുന്നു. ഇങ്ങനെ കാലത്തിനൊത്ത് പരിണമിക്കുകയും നീങ്ങുകയും കൂടുതൽ സ്വതന്ത്രമാവുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹിത്യ രൂപമാണ് കവിത എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. പലപ്പോഴും കവിത എന്നത് സവിശേഷ സാഹിത്യ രൂപമാണ് എന്ന് പറയുമ്പോഴും അതിലില്ലാത്ത ഒരു കലയുമില്ല എന്നും എനിക്ക് തോന്നുകയും അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കവിതയിലൂടെ ചിത്രം വരയ്ക്കുക സാധ്യമാണ്. നാം പലപ്പോഴും ബിംബങ്ങൾ അല്ലെങ്കിൽ ഇമേജുകൾ എന്നൊക്കെ പറയുന്നത് ചിത്രങ്ങൾക്കോ ശില്പങ്ങൾക്കോ തുല്യമായ ഒന്നാണ്. കവിതയിൽ നാടകമുണ്ട്, അതിൽ കഥാപാത്രങ്ങളുണ്ടാകാം, അതിൽ സംഭാഷണങ്ങളുണ്ടാകാം. കവിതയിൽ നോവലുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ONV സ്വയംവരം എന്ന കവിത പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് കവിതയിൽ എഴുതപ്പെട്ട ഒരു നോവലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആഖ്യാന കവിതകളുടെ ഒരുപക്ഷെ ഇന്ന് ക്ഷയിച്ചു വരുന്ന പക്ഷേ ദീർഘമായ ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ആ തരത്തിൽ കവിതയിൽ നോവലുണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ചെറിയ ആഖ്യാനങ്ങൾ ആയ ചെറു കഥകളും ഉണ്ട്. അതിൽ സംഗീതമുണ്ട്, ബാഹ്യമായ സംഗീതമോ ആന്തരമായ ഭാഷയുടെ തന്നെ അന്തർവാഹിനിയായ ഒരു സംഗീതമോ ഉണ്ട്. അതിൽ ഇല്ലാത്ത ഒരു കലയും ഇല്ല എന്ന് പറയാവുന്ന രീതിയിൽ കലകളുടെ അഭൂതപൂർവമായ ഒരു സമന്വയവും സംഗമവും കവിത എന്ന സാഹിത്യ രൂപത്തിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് കാലത്തിനൊത്ത് മാറുന്നും ഉണ്ട്. നമ്മുടെ ഭാവനകളെ സ്വാധീനിച്ചുകൊണ്ട്
കാരണം കവിത നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അനുഭവത്തിൻ്റെയും ഭാവനയുടെയും ഭാഷയുടെയും ഒരു അപൂർവമായ ഐക്യമാണ് സാധിക്കുന്നത്. ആ രീതിയിൽ അനുഭവം മാറുന്നതോടുകൂടി കവിതയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഭാവനയുടെ സമ്പ്രദായങ്ങൾ മാറുന്നതോടുകൂടി കവിത മാറുന്നു. പുതിയ ഭാഷകൾ കടന്നു വരുമ്പോൾ കവിത മാറുന്നു. നമുക്കറിയാം, ഏതാണ്ട് മാനക ഭാഷയോടടുത്തു വരുന്ന ഭാഷയിൽ മാത്രം മലയാള കവിത എഴുതപ്പെട്ടിരുന്ന ഒരു കാലം, അഥവാ കാവ്യഭാഷ എന്ന് കൃത്യമായി നിർവചിക്കാവുന്ന ഒരു ഭാഷയുണ്ടായിരുന്ന ഒരു കാലം. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഗോത്രഭാഷകളിൽ കവിതകൾ എഴുതപ്പെടുന്നുണ്ട്, സമുദായ ഭാഷകളിൽ കവിതകൾ എഴുതപ്പെടുന്നുണ്ട്, പ്രാദേശിക ഭാഷകൾ കവിതയിലേക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ പ്രത്യക്ഷമായ അർത്ഥത്തിൽ തന്നെ പലതരം ഭാഷകൾ കടന്നു വരുന്നു. അതിൻ്റെ കൂടെയാണ് ഓരോ കവിയും തൻ്റെ ആവിഷ്കാരത്തിന്, തൻ്റെ തന്നെ സ്വത്വത്തിൻ്റെയോ തൻ്റേതാക്കി മാറ്റിയ അപരസ്വത്വങ്ങളുടെയോ അനുഭവങ്ങളുടെയോ ഒക്കെയായ ഭാഷ കണ്ടെത്തുന്നത്. അങ്ങനെ അനേകം ഭാഷകൾ, പഴയതും പുതിയതുമായ ഭാഷകൾ, പഴയ പാരമ്പര്യവും പുതുമയെപ്പറ്റിയുള്ള ബോധവും മനുഷ്യവംശം ഇത്രകാലവും നേടിയ അതിദീർഘമായ അനുഭവവും ഇപ്പോഴും കടന്നു പോകുന്ന അതിതീക്ഷ്ണമായ അനുഭവങ്ങളും, ഇങ്ങനെ അത്യപൂർവമായ ഒരു ഒത്തുചേരൽ, ഒരു സമന്വയം കവിത എന്ന കലാരൂപത്തിൽ എല്ലാ കാലത്തും നടന്നു പോന്നിട്ടുണ്ട്. കാവ്യശിഖയുടെ അംഗങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം നിരന്തരമായി കവിത എഴുതുകയും കവിത എഴുതാൻ അഭ്യസിക്കുകയും കവിതയെക്കുറിച്ചുള്ള സംസാരങ്ങൾ കേൾക്കുകയും പരസ്പരം കവിത ചർച്ച ചെയ്യുകയും ചെയ്യുന്ന, എനിക്ക് എല്ലാ കാലത്തും വീട് എന്ന് തോന്നിയിട്ടുള്ള ഒരു സമൂഹമാണ് കാവ്യശിഖ. ആ ഒരു പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഗൃഹാതുരത്വം ഉണ്ടാക്കുകയും പുതിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ ഗൃഹത്തിലെ ഒരു അംഗമാണല്ലോ ഞാൻ എന്ന് ആലോചിച്ച് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവികളുടെ കുടുംബം എന്ന നിലയിലാണ് കാവ്യശിഖയെ മുൻപ് ഞാൻ കണ്ടുപോന്നിട്ടുള്ളത്, ഇപ്പോഴും ഞാൻ കണ്ടുപോരുന്നത്. അപ്പം ഇങ്ങനെ കവിത, പുതിയ കവികളല്ല നിങ്ങളിൽ പലരുമെന്ന് എനിക്കറിയാം. പുതിയ കവികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് എന്താണ് കാവ്യ പരിശീലനത്തിൻ്റെ ഭാഗങ്ങൾ എന്ന്. അവയൊന്നും ഞാൻ ദീർഘമായൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാവുന്നതുപോലെ ഒരു ഭാഷയിൽ കവിത എഴുതുമ്പോൾ ആ ഭാഷയുടെ കവിതാ പാരമ്പര്യത്തെക്കുറിച്ചുള്ളൊരു ഏകദേശ ജ്ഞാനം ഉണ്ടാകണം. ഞാൻ കണ്ണശ്ശൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കവികളും എഴുതിയത് വായിക്കണമെന്നൊന്നും നിർബന്ധിക്കുകയില്ല. എഴുത്തച്ഛൻ എഴുതിയത് വായിക്കണമെന്ന് പോലും നിർബന്ധിക്കാൻ കഴിയുമോ പുതിയ തലമുറയെ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ആദ്യ കാലത്തെ കവിതകളിൽ ഒന്നിൻ്റെ പേര് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നാണ്. എങ്കിലും എഴുത്തച്ഛൻ മുതൽ, അല്ലെങ്കിൽ നമ്പ്യാർ മുതൽ, അല്ലെങ്കിൽ പിന്നീട് വന്ന ആശാനെയും വള്ളത്തോളിനെയും ഉള്ളൂരിനെയും പോലുള്ള കവികൾ മുതൽ, അതിന് ശേഷം വന്ന വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും പി കുഞ്ഞിരാമൻ നായരും മുതൽ, അല്ലെങ്കിൽ പിന്നീട് അതിനും പിറകെ വരുന്ന വിഷ്ണുവിനെയും സുഗതകുമാരിയെയും കെ വി രാമകൃഷ്ണനെയും ഉൾക്കൊള്ളുന്ന തലമുറ മുതൽ ഇന്ന് എഴുതി വരുന്ന കവികളെ വരെ വായിച്ച് എന്തായിരുന്നു നമ്മുടെ കവിതയുടെ ഭൂതകാലം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാക്കുക കവികളെ സംബന്ധിച്ച് ആവശ്യമാണ്. മറ്റു കവികളെ വായിച്ചാൽ തങ്ങളുടെ മൗലികത നഷ്ടപ്പെടും എന്ന് പറയുന്ന പുതിയ കവികളെ നിർഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് വായിക്കാതിരുന്നാലാണ് പലപ്പോഴും മൗലികത നഷ്ടപ്പെടുക. കാരണം നിങ്ങൾ അറിയാതെ മുമ്പ് ആരെങ്കിലും എഴുതിയതാകും എഴുതുന്നത്, അഥവാ മുൻപ് എഴുതപ്പെട്ട ഒരു കവിതയുടെ ആവർത്തനമായിരിക്കാം നിങ്ങൾ നടത്തുന്നത്. കവിയുടെ ചുമതലയാകട്ടെ, ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുള്ളത് പോലെ, ഒഴിഞ്ഞ പേജിൽ മുന്നേറലാണ്. അപ്പോൾ ഈ ഒഴിഞ്ഞ പേജ് എവിടെ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിറഞ്ഞ പേജുകൾ ഏത് എന്ന് തിരിച്ചറിയുകയും വേണം. അതുകൊണ്ട് കവിതയുടെ നിറഞ്ഞ
പേജുകളെ പറ്റിയുള്ള ധാരണയുണ്ടാക്കുകയും അതിലൂടെ ഒഴിഞ്ഞു കിടക്കുന്ന പേജുകൾ എന്താണ്, അനാവിഷ്കൃതമായ അനുഭവങ്ങൾ എന്താണ്, ഉപയോഗിക്കപ്പെടാത്ത ശൈലികൾ എന്താണ്, ഏതെല്ലാം ഭാവങ്ങളാണ് കവിതയിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനിയും പ്രകടിപ്പിക്കപ്പെടാതെ കിടക്കുന്നത്, ഏതെല്ലാം അടിച്ചമർത്തപ്പെട്ട ജീവിതങ്ങളാണ് കവിതയിൽ ഇന്നും വേണ്ട പോലെ പൊന്തി വരാതിരിക്കുന്നത്. ഈ തരത്തിലുള്ള ധാരണകൾ നാം കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ കാര്യങ്ങളുടെ ഒരു സവിശേഷമായ വൈയക്തികമായ അതേസമയം ഭാഷ ഉപയോഗിക്കുന്നതിനാൽ സാമൂഹ്യവുമായ ഒരു ആവിഷ്കാരം എനിക്ക് തോന്നുന്നു കവികളുടെ അനിവാര്യമായ ചുമതലകളിൽ അഥവാ അവർ ചെയ്യേണ്ട കർത്തവ്യങ്ങളിൽ ഒന്നാണ് എന്ന്. ഇത് എത്ര മണിക്കൂർ വേണമെങ്കിലും പറഞ്ഞു പോകാവുന്നൊരു വിഷയമാണ്. കവിതയുടെ പ്രതിരോധ ധർമ്മത്തെക്കുറിച്ച്, കവിതയിൽ നടക്കുന്ന വിവിധ സമന്വയങ്ങളെക്കുറിച്ച് ഒക്കെ കാവ്യശിഖയുടെ തന്നെ പല ക്യാമ്പുകളിലും ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അവയുടെ ഒന്നും അതിൻ്റെ ഒന്നും ദീർഘമായ ആവർത്തനങ്ങളിലേക്ക് ഒന്നും തന്നെ ഞാൻ പോകുന്നില്ല. എന്തിനെയാണ് കവിത പ്രതിരോധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞു പോന്നിട്ടുള്ള ഉത്തരം അത് ഇന്നും എൻ്റെ ഉത്തരമാണ്. ഹിംസയാണ്. ഹിംസയുടെ അനേകം രൂപങ്ങൾ, ഹിംസയുടെ രൂപങ്ങൾ മാറി വരുന്നു, ഹിംസ ചെയ്യുന്ന ആളുകൾ മാറി വരുന്നു. പക്ഷേ ഹിംസ നിർഭാഗ്യവശാൽ ഇന്നും മനുഷ്യവംശത്തിൽ നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഇതര വംശങ്ങളുടെ ഹിംസയെ നമുക്ക് മനസ്സിലാക്കാനാകും, ഇര തേടുന്നതിന് വേണ്ടിയുള്ള ഹിംസയെ മനുഷ്യവംശത്തിലായാലും നമുക്ക് മനസ്സിലാക്കാനാകും. പക്ഷേ മറ്റു തരത്തിലുള്ള ഹിംസകളിലേക്ക് മനുഷ്യവംശം നീങ്ങുമ്പോൾ അരുത് എന്ന് ആദികവി മാ നിഷാദ എന്ന് പറഞ്ഞതുപോലെ അരുത് എന്ന് പറയേണ്ട കടമ ഏത് കവിക്കും ആത്യന്തികമായുണ്ട്. അത് ജ്ഞാനഹിംസയാകാം, അത് യുക്തിഹിംസയാകാം, അത് വംശ ഹിംസയാകാം, മതഹിംസയാകാം, സൗന്ദര്യഹിംസയാകാം, നീതിഹിംസയാകാം. ഏതെല്ലാം പേരുകളിൽ വിളിച്ചാലും ഇങ്ങനെയുള്ള അനേകം ഹിംസകളാൽ ആവൃതരായ മനുഷ്യരാണ് ഇന്ന് നാം. നിരന്തരമായി ഹിംസയെ നേരിടേണ്ടി വരുന്ന, അതിനെക്കുറിച്ച് നിർഭാഗ്യവശാൽ സംസാരിക്കേണ്ടി വരുന്ന, ഈ അരുത് എന്ന് വീണ്ടും വീണ്ടും വിളിച്ചു പറയേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യയെ പോലുള്ളൊരു രാജ്യം കടന്നു പോകുന്നത് എന്ന് നിങ്ങളോട് ഞാൻ സവിശേഷമായി പറയേണ്ടതില്ല. ആ രീതിയിലുള്ള ഹിംസയെ സൗന്ദര്യം കൊണ്ട് പ്രതിരോധിക്കുന്ന, ഹിംസയെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കുന്ന, ഹിംസയെ സാഹോദര്യം കൊണ്ടും നീതി കൊണ്ടും പ്രതിരോധിക്കുന്ന ഒരു കലാരൂപം കൂടി ആയി വേണം ഒരുപക്ഷെ ഇന്ന് കവിതയെ നാം മനസ്സിലാക്കുവാൻ. കവിതയെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കവിതയുടെ വൈശിഷ്ട്യങ്ങളോ ലക്ഷണങ്ങളോ ഒന്നും തന്നെ പറയാതെ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത കവിതയോ അല്ലെങ്കിൽ എറിവന്നല്ലാണ്ട് ദീർഘമല്ലാത്ത കവിതകളോ വായിച്ച് ഞാൻ നിർത്താം. ഒന്ന് കല്ല് എന്നൊരു കവിതയാണ്. നാറാണത്ത് ഭ്രാന്തൻ പല കുറി ഉരുട്ടിവിട്ട കല്ലാണ് ഞാൻ. ഓരോ തവണയും താഴെ എത്തുമ്പോൾ എന്നിൽ പറ്റിപ്പിടിക്കുന്നു മഴ, മണ്ണ്, പായൽ, പുല്ല്, പൂവ്, ഒച്ച്, തേരട്ട, തുമ്പി, പച്ചക്കുതിര, ശലഭമായി മുകളിലേക്ക് ഉയരാൻ കൊതിക്കുന്ന പുഴു, വീട് തിരയുന്ന കാലടിപ്പാടുകൾ, മരങ്ങളുടെ നിഴൽ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കാറ്റിൻ്റെയും ശബ്ദങ്ങൾ ചേർന്ന ഭൂമിയുടെ സംഗീതം, ആരുടെയോ തുപ്പൽ, ആരുടെയോ രക്തം, ഒരു മന്ത്രവാദിയുടെ നോട്ടം, പർവ്വതങ്ങളെയും സമുദ്രങ്ങളെയും പറ്റി അനേകം കല്ലുകളുടെ ഓർമ്മകൾ, തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള ഇരുൾ ചൂഴ്ന്ന താഴ്വരയുടെ സ്വപ്നങ്ങൾ. ഓരോ കുറി നിലം തൊടുമ്പോഴും ഞാൻ പിന്നെയും കുന്നിൻ്റെ തവിട്ട് നിറമുള്ള ഉച്ചിയിലേക്ക് ഉയരാൻ കൊതിക്കുന്നു. ഓരോ കുറി ഉച്ചിയിലെത്തുമ്പോഴും താഴത്തെ നനഞ്ഞ മണ്ണിനെ സ്വപ്നം കാണുന്നു.
മേഘങ്ങളിൽ മുഴങ്ങുന്ന ഭ്രാന്തന്റെ പൊട്ടിച്ചിരിയിൽ ചരാചരങ്ങൾ മുഴുവൻ കിടുകിടുക്കുന്നു. ആകാശം പുതിയ നക്ഷത്രങ്ങളെ പ്രസവിക്കുന്നു. ഭ്രാന്തൻ അപ്പോഴും അവയ്ക്കിടയിലെ തമോദ്വാരങ്ങളിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. ബ്ലാക്ക് ഹോളിന് ഞാൻ ഉണ്ടാക്കിയിട്ടാണ് തമോദ്വാരം. ഭ്രാന്തൻ അപ്പോഴും അവയ്ക്കിടയിലെ തമോദ്വാരങ്ങളിൽ നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. ഭൂമി മുതലുള്ള ഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി താഴേക്ക് തള്ളിവിട്ടുകൊണ്ട്, ഭൂമി മുതലുള്ള ഗ്രഹങ്ങളെ ഓരോന്നായി താഴേക്ക് തള്ളി വിട്ടുകൊണ്ട്. നിങ്ങളുടെ അനുവാദമുണ്ടെങ്കിൽ ഞാൻ ഈ കവിത കൂടി വായിക്കാം. ഇത് സമീപകാലത്ത് ഞാനിപ്പോൾ അധികം യാത്ര ചെയ്യാറില്ല, വയ്യാത്ത അവസ്ഥയുണ്ട്. കോഴിക്കോട് പോകേണ്ടി വന്നു. ഞാൻ തന്നെ ഡയറക്ടറായ ഒരു സാഹിത്യ ഉത്സവത്തിന് വേണ്ടി കുറ്റിപ്പുറം വഴിക്കാണ് പോയത്. അപ്പോൾ ഞാൻ കണ്ടത് കുറ്റിപ്പുറം പാലത്തിനടുത്ത് മറ്റൊരു പാലം നിർമ്മിക്കുന്നത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു കവിത. സ്വാഭാവികമായും നമ്മളെല്ലാവരെയും പോലെ തന്നെ കുറ്റിപ്പുറം പാലം കാണുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുക ആരെയാണ്? കുറ്റിപ്പുറം പാലം എന്ന കവിത എഴുതിയ ആള് എടശ്ശേരി ഓർക്കുന്നു. കുറ്റിപ്പുറം പാലം വീണ്ടും എന്ന കുറ്റിപ്പുറം പാലം എഴുതിയ അതേ വൃത്തത്തിലും താളത്തിലുമാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സമാന്തരമായി കുറ്റിപ്പുറം പാലത്തിന് സമാന്തരമായി മറ്റൊരു പാലം കൂടി കടന്നു പോന്നപ്പോൾ തോന്നിയതാണ് എടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് ഇത് വായിക്കുന്നത്. ഒരു വട്ടം കൂടി, ഞാനൊരു നല്ല ചൊല്ലുകാരനോ പാട്ടുകാരനോ ഒന്നുമല്ല, വെറുതെ വായിക്കുകയാണ്. ഒരു വട്ടം കൂടി കടന്നു പോന്നു കവിതയും കാലവും കണ്ട പാലം. പലവട്ടം നെല്ല് വിതച്ചു കൊയ്തു, പലവട്ടം നിളയിതിൻ നാട്ടനൂണ്ടു. കുരുവിയും പൊന്മയും കൊക്കുമെത്ര തവണ പറന്നു ഗരുഡനാവാൻ. ഒരു വശം അകലുന്ന ലവണലക്ഷ്മി, ഒരു വശം പുതുലോക മധുരയക്ഷി. ഇടയിൽ നീ കണ്ണീരും പുഞ്ചിരിയും സമമാം മനസ്സിൻ തുലാസുമായി. ഗരുഡൻ നിന്മേലെ പറന്നതില്ല, നിള തടം തല്ലി കുതിച്ചതില്ല. കരയിലിരുന്നു പകച്ചു തോണി, അരികത്തു കാവലായി തുഴ നരച്ചു. പ്രയോഗമുണ്ട്. അമ്പപേരാറോരഴുക്കുചാലായി മല്ലൂർക്കയമില്ല കാൽ നനയ്ക്കാൻ. മല്ലൂരത്തേവർ കനകപക്ഷം, അല്ലേഴാത്തവർ ന്യൂനപക്ഷം. അന്തിമഹാകാളൻ കുന്നുചാഞ്ഞു, ബംഗ്ലാവ് പൊങ്ങി നിരന്നു നിൽക്കെ. കടകളിൽ എങ്ങുമേ അന്യനാട്ടാർ, ചെവികളിൽ വീഴുന്നത് അപരഭാഷ. അലരികൾ മുഖപുസ്തകത്തിലായി മുളയരി മണലായി വൈറലായി. കവിത നിർമ്മിത ബുദ്ധി കൈക്കലാക്കി, അയൽപക്കം യന്ത്രമനുഷ്യരായി. ഇരുവർ പരസ്പരം കാൺമതില്ല, ഒരു സന്ദേശം മാത്രം യാത്രിഫോണിൽ. ഒരു സന്ദേശം മാത്രം യാത്രിഫോണിൽ. ഒരു ചിഹ്നം പോരും പദങ്ങൾ വേണ്ട, പ്രണയം പകരാൻ കവിത വേണ്ട. ഒരു വായനയ്ക്കു മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ പഴഞ്ചനത്രേ. പഠനം വിദേശത്തു തന്നെ വേണം, ഖനനം വനങ്ങൾ തന്നുള്ളിൽ വേണം. പിറകപത്തായമേ, നമ്മൾ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളത്, പത്തായം പേറും ചക്കി മുട്ടും എന്ന്. പെറുക പത്തായം എന്ത്, ഞാൻ പണിയൊന്നും എടുക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കാം. പെറുക പത്തായമേ കുത്തുചക്കി അത് വെക്കുകമ്മേ ഞാൻ ഉണ്ടിടട്ടെ. കാർ പണ്ട് വൈദ്യുതി മിന്നലാക്കി, കാർ ഇന്ന് വൈദ്യുതി വേഗമാക്കി. ആഴി ഉയർന്നു തിളച്ചിടുമ്പോൾ, ആവിയായി ഭൂമിയെ മാറിടുമ്പോൾ, ഏറെ എളുപ്പം സവാരി ചെയ്യാൻ ഈ ജലം വൈദ്യുതിയായി മാറ്റാൻ. മല്ലൂരത്തേവർ, വീണ്ടും വീണ്ടും എടശ്ശേരി ഉപയോഗിക്കും. മല്ലൂരത്തേവർ പൊന്തുമല്ലോ അമ്പിളിയേറ്റ് ശ്മശാന ഭൂവിൽ.
കൂടെ വരും കാളവൻ മുതുകിൽ കാലനും അന്തിമനൃത്തമാടാൻ. ഒപ്പം പറന്നെത്തും ഹേ ഗരുഡ, നിന്റെ ചിറകിലെൻ ദേവിയുണ്ടോ? കുറ്റിപ്പുറത്തെ പുതിയ പാലം നൃത്തം കഴിഞ്ഞാലും ബാക്കിയാമോ? കുറ്റിപ്പുറത്തെ പുതിയ പാലം നൃത്തം കഴിഞ്ഞാലും ബാക്കിയാമോ? ഈ കവിതയോടെ ഈ യോഗത്തിൻ്റെ വാർഷിക യോഗത്തിൻ്റെയും പുരസ്കാരത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറയാൻ മറക്കാതിരിക്കാൻ വേണ്ടി